രേഖാചിത്രത്തിന്റെ ആദ്യ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊരു മറുപടി എന്നോണം കൂടാതെ ആദ്യ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും കുറെ ഡീറ്റെയിൽസ് അപ്പോൾ തോന്നിയിരുന്നു. അതുകൂടി ചേർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫോറൻസിക് ഓഫീസർ കയ്യിൽ ഗ്ലൗസ് ഇട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് ഇത് വർക്കാവുമോ എന്നത് അതൊരു ചോദ്യമായിരുന്നു. സാധാരണ ലാബുകളിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ഒന്നെങ്കിൽ നൈട്രൈൽ അല്ലെങ്കിൽ ലാറ്റക്സ് എന്ന മെറ്റീരിയലാണ്. ഇത് രണ്ടും ഇൻസുലേറ്റർ, അതായത് കറണ്ട് കടത്തി വിടാത്തതാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിന്റെ കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീൻ വർക്ക് ആകുവാൻ പാടില്ലാത്തതുമാണ്. എന്നാൽ വളരെ കനം കുറഞ്ഞ ഗ്ലൗസ് ആണെങ്കിൽ ചാർജ് കടത്തി വിടുകയും ടച്ച് വർക്ക് ആവുകയും ചെയ്യും. ഗ്ലൗസ് തിക്നെസ് അനുസരിച്ചാണ് ഇത് വർക്കാവുന്നത്. സോ സിനിമയിൽ ഇത് തെറ്റായി കാണിച്ചതല്ല. ക്രൈംബ്രാഞ്ചിലെ സലീം ഗ്ലൗസ് ഉപയോഗിക്കാതെ സ്കെലിട്ടണിൽ തൊട്ടതിന് ശേഷം മോശം മണം കാരണം കൈ കെടുക്കാൻ പോകുന്നുണ്ട്. ഗ്ലൗസ് ഇട്ട് സ്കെലിട്ടണിൽ തൊട്ടാൽ ഗ്ലൗസിൽ ഈ മണം പിടിക്കുകയും പിന്നീട് മൊബൈൽ ഉപയോഗിച്ചാൽ അതിലേക്ക് ആവാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. ജോൺ പോളിന്റെ വീഡിയോ ഫോറൻസിക് ഓഫീസിലിരുന്ന് കാണുന്ന ലാപ്ടോപ്പിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ID കേരള പോലീസിൻ്റെതാണ്. മേക്കേഴ്സിന് വേണമെങ്കിൽ അതൊക്കെ കാണിക്കാതെ ഒരു ഗസ്റ്റ് ലോഗിൻ ആയിട്ട് പോലും കാണിക്കാമായിരുന്നു. പക്ഷേ ചെറിയ കാര്യം പോലും വളരെ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. റമ്മി കളിച്ച് കിട്ടിയ പണം 15 ലക്ഷം രൂപയായിരുന്നു. അത്രയും പണം കിട്ടിയെങ്കിൽ ബാക്കി ടാക്സ് പോയി കാണും എന്നൊക്കെ കമന്റ്സ് വന്നിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായി അറിവില്ല. എന്നാൽ മറ്റൊരു കാര്യം പറയാം. ആശയുടെ പേരിൽ എഴുതുന്ന തുക 14,35,000 ആണ്. അതായത് ഏതാണ്ട് 65,000 രൂപയുടെ പാർട്ടിയാണ് വിവേക് സഹപ്രവർത്തകർക്ക് വേണ്ടി നടത്തിയത്. രേഖാചിത്രം എന്ന ടൈറ്റിൽ കാർഡിലെ എഴുത്തുകൾ അത് കാതോട് കാതോരം സിനിമയിലെ ഡയലോഗുകളാണ്. പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ല, എങ്കിലും കുറച്ച് കാണിക്കാം. എനിക്ക് ഇത്തിരി കാശ് വേണമെങ്കിൽ കാല് പിടിക്കണം. എപ്പോഴും നീ ഇങ്ങനെ വന്ന് കാശ് ചോദിച്ചാൽ അവളെ വിളിന്നിട്ട് തരാനല്ലാതെ. ഇനി പറയുന്ന ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിലെ കമൻ്റായി കിട്ടിയതാണ്. ഡയറക്ടർ കമലിന്റെ മകനാണ് കമലിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ 1985 രൂപം AI de-aging നടത്തിയത് ട്വിങ്കിൾ സൂര്യ എന്ന ആർട്ടിസ്റ്റിനെ വെച്ച് മിന്നൽ മുരളി 2018 VFX ചെയ്ത മൈൻസ്റ്റീൻ എന്ന ടീമാണ്. പിറ്റേന്നത്തേക്കുള്ള ഡയലോഗ് പഠിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നാളെ ലൊക്കേഷനിൽ ചെന്നിട്ടേ കിട്ടൂ എന്ന് രേഖ പറയുന്നുണ്ട്. ജോൺ പോളിന്റെ ഫ്ലാഷ് ബാക്കിൽ മമ്മൂട്ടി ചേട്ടനെ മൊട്ടയടിപ്പിച്ചത് സാറാണോ എന്ന ചോദ്യം ചോദിച്ച് ഒരു കൊലുസിട്ട കന്യാസ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ജോൺ പോൾ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുകയായിരുന്നു. അത് പിറ്റേ ദിവസത്തേക്കുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. സിനിമയിൽ സ്പോട്ട് സ്ക്രിപ്റ്റ് ഒക്കെ സാധാരണയാണ്. എടുക്കാൻ പോകുന്ന സീനിന്റെ അവസാന മിനുക്കുപണികളിൽ മുഴുകിയിരിക്കുമ്പോഴാണ് കൊലുസിട്ട കന്യാസ്ത്രീ പെണ്ണ് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നത് എന്ന് ജോൺ പോൾ പറയുന്നുണ്ട്. ഈ രേഖയ്ക്കുള്ള ആദ്യ ഡയലോഗ് എഴുതുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ഭാമ അരുൺ അവതരിപ്പിച്ച സെറീന വിവേകിന്റെ ഭാര്യയോ സഹോദരിയോ അല്ല. സെറീന തയ്യാറാക്കുന്ന വാർത്താ വിവരണത്തിൽ കൊടുത്തിരിക്കുന്ന പേര് സെറീന അലക്സാണ്ടർ എന്നാണ്. വിവേക് ഗോപിനാഥന്റെ പെങ്ങൾക്ക് അങ്ങനെ ഒരു പേര് വരാനുള്ള സാധ്യത കുറവാണ്. വിവേകിന്റെ ഭാര്യയല്ല എന്ന് പറയാൻ കാരണം, ആയിരുന്നെങ്കിൽ രാവിലെ 3 മണിക്ക് റബ്ബർ ടാപ്പിങ്ങിന് പോകാൻ വിവേകിനെ അച്ഛൻ വിളിക്കാൻ വരുന്ന സമയത്ത് ആ റൂമിൽ കാണേണ്ടതായിരുന്നു. ജേർണലിസ്റ്റാണ്, രാത്രി ജോലി ചെയ്യാറുണ്ട്, അതുകൊണ്ട് കണ്ടില്ല എന്ന് പറയുമ്പോഴും പ്രശ്നമുണ്ട്. ആ മുറിയിലോ വീട്ടിലോ ഒരു കല്യാണ ഫോട്ടോ ഒന്നും കണ്ടിട്ടുമില്ല. ഗോപിനാഥിൻ്റെ കൂടെയുള്ള ഫ്രണ്ട് അദ്ദേഹത്തെ തോമാച്ചൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആണെന്നർത്ഥം. അദ്ദേഹത്തിൻ്റെ മകളായിരിക്കാം സെറീന അലക്സാണ്ടർ. 2 കൂട്ടുകാർ, അവരുടെ ഭാര്യമാർ മരിച്ചു പോകുന്നു. ഒരാൾക്ക് മകനും അടുത്തയാൾക്ക് മകളും. അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ആ വീട്ടിൽ തോമാച്ചിൻ്റെയോ സെറീനയുടെയോ ഒന്നിച്ചോ അല്ലാതെയുള്ള ഫോട്ടോകൾ കാണാത്തത് കൊണ്ട് അവർ ഇടയ്ക്ക് വന്ന് നിൽക്കുന്ന സ്ഥലവും ആവാൻ സാധ്യതയുണ്ട്. രാത്രിയിലെ ഷൂട്ടിങ്ങിൽ മമ്മൂട്ടി ചേട്ടൻ മറ്റൊരു ട്യൂണിൽ പാടുന്നത് കേൾക്കാൻ കഴിയാതെ രേഖ മരണപ്പെട്ടു എന്നൊരു പോയിന്റ് പലയിടത്തായി കണ്ടു. അത് പൂർണ്ണമായും സത്യമല്ല. മമ്മൂട്ടി ചേട്ടൻ മറ്റൊരു ട്യൂണിൽ ആ സോങ് പാടുന്നത് ഓൾറെഡി പലപ്പോഴായി രേഖ കേട്ട് കഴിഞ്ഞിരുന്നു, റിഹേഴ്സലിനും മറ്റും. അതുകൊണ്ടാണ് രേഖ മഠത്തിലുള്ളവരോട് മമ്മൂട്ടി ചേട്ടൻ മറ്റൊരു ട്യൂണിൽ പാടുമെന്നും അത് കേൾക്കാൻ ഇതിലും രസമാണ് എന്നും പറയുന്നത്. ഇനി അഥവാ കേൾക്കാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ രേഖ ഉറങ്ങാതെ ഇരുന്നേനെ. ഒന്നുകൂടി കേൾക്കണം എന്ന ആഗ്രഹം രേഖയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് സാധിക്കാതെ മരണപ്പെട്ടു എന്നതാണ് വസ്തുത. വിവേക് ആക്സിഡൻ്റായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സീനിൽ ഫോറൻസിക് ഓഫീസർ പറയുന്നത് സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടു എന്നും ഇന്റേണൽ ബ്ലീഡിംഗ് ഇല്ല, പേടിക്കാനില്ല എന്നുമാണ്. പിന്നീട് വിവേകിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ടേബിളിൽ സ്കാനിംഗ് റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് കാണാം. ഓ, ഇതൊരു സാധാരണ കണ്ടിന്യൂറ്റി ഡീറ്റെയിൽ അല്ലേ, ഇത് പോരാ എന്നാണെങ്കിൽ ഒന്നുകൂടി പറയാം. വിവേകിൻ്റെ മടിയിലിരിക്കുന്ന സപ്ലിമെൻ്ററി ന്യൂസ് പേപ്പറിൻ്റെ മെയിൻ ന്യൂസ് പേപ്പർ അതേ മേശയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. ഇതും പോരാ എന്നാണെങ്കിൽ വിവേകിൻ്റെ മടിയിൽ കിടക്കുന്ന ബെഡ്ഷീറ്റ് സിനിമയുടെ തുടക്കത്തിൽ വിവേകിൻ്റെ ബെഡ്റൂമിൽ കണ്ടത് തന്നെയാണ്. ഇത്രയും കണ്ടിന്യൂറ്റി ഡീറ്റെയിൽസ് പോരെങ്കിൽ ഇതൊന്ന് ആലോചിക്കൂ. അവർക്ക് ഇതൊന്നും സീനിൽ വെക്കാതെയും ഇരിക്കാമായിരുന്നല്ലോ. മമ്മൂട്ടി രേഖയുടെ ഓർമ്മയ്ക്കായി കൊടുത്തുവിടുന്ന ഒപ്പിട്ട ഫോട്ടോ അത് തൃഷ്ണ എന്ന സിനിമയിൽ നിന്നുള്ള സ്റ്റില്ലാണ്. രേഖയുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടൻ്റെ സിനിമ. ആശ വിവേകിനോടും സെറീനയോടും പറഞ്ഞ കാര്യങ്ങൾ ഇവർ പിന്നീട് ആക്ടർ ജഗദീഷിനോടും തുടർന്ന് മമ്മൂട്ടിയോടും പറഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കാം.
സിനിമയിൽ രേഖ കത്തെഴുതുന്നത് വളരെ ചെറിയ സമയത്തേക്ക് കാണിക്കുന്നുണ്ട്. ആ കത്ത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന്, ചേട്ടൻ അഭിനയിച്ച കൂടെവിടെ കണ്ടു. വളരെ മികച്ച അഭിനയമായിരുന്നു ചേട്ടൻ്റേത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് ചേട്ടൻ. വിരോധമില്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു ഫോട്ടോയിൽ ഒപ്പിട്ട് അയച്ചു തരണം. എന്നെങ്കിലും തമ്മിൽ കാണുമെന്ന പ്രതീക്ഷയോടെ. ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ കയ്യൊപ്പോട് കൂടിയ ഫോട്ടോ കാണിച്ചതിന് ശേഷം ഡയറക്ടറുടെ പേര് കാണിച്ച് സിനിമ അവസാനിപ്പിക്കുന്നു. ശേഷം വീണ്ടും രേഖയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആ രംഗം രേഖാചിത്രം എന്ന കഥയിൽ ആർക്കും അറിയില്ലാത്തതാണ്. കാരണം ആരും പറഞ്ഞ് പ്രേക്ഷകൻ അറിയുന്നതല്ല ആ രംഗം. അത് രേഖാചിത്രം എന്ന സിനിമയ്ക്ക് അപ്പുറം പ്രേക്ഷകന് കാണിച്ചു തരുന്നത് മാത്രമാണ്. സൈക്കിൾ ചവിട്ടി വഴിയോരത്തെ കടയിൽ ചെന്ന് നാനാ സിനിമാ വാരിക വാങ്ങിക്കുന്നു. പേജുകൾ മറിച്ചു പോകുമ്പോൾ KG ജോർജ് മമ്മൂട്ടി ചിത്രത്തിലേക്ക് പുതുമുഖ നായികയെ തേടുന്നു എന്ന തലക്കെട്ടോടെയുള്ള ആർട്ടിക്കിൾ കാണുന്നു. പേജിൻ്റെ വലത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് രേഖയുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടി ചിത്രമായ തൃഷ്ണയിലെ രംഗമാണ്. ഇടത്തെ സൈഡിലെ KG ജോർജിനൊപ്പമുള്ള ഫോട്ടോയും കൂടെ കൊടുത്തിരിക്കുന്ന സ്റ്റുഡിയോയുടെ പേരും സ്ഥലവും കണ്ടപ്പോൾ രേഖയ്ക്ക് മനസ്സിലായി മമ്മൂട്ടി ഉള്ളത് മദ്രാസിലാണെന്ന്. മദ്രാസിൽ ഫിലിം ആക്ടേഴ്സ് താമസിക്കുന്ന ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ മദ്രാസ് എന്ന അഡ്രസ്സിൽ കത്തെഴുതാൻ തീരുമാനിക്കുന്നു. രേഖയുടെ മുഖത്തെ ആ സന്തോഷത്തോടെയാണ് സിനിമ പൂർണ്ണമായും അവസാനിക്കുന്നത്. തുടർന്ന് രേഖ മദ്രാസിലെ അഡ്രസ്സിൽ കത്തെഴുതുന്നു. നാനാമാസിക വാങ്ങാൻ പോയ അതേ വേഷത്തിൽ തന്നെ ഇരുന്ന് രേഖ കത്തെഴുതുന്നത് അനിയത്തി ആശ പറയുന്ന ഫ്ലാഷ് ബാക്ക് സീനിൽ കാണിക്കുന്നുണ്ട്. ആ കത്താണ് പിന്നീട് മുത്താരംകുന്ന് PO എന്ന സിനിമയിൽ റെഫറൻസായി കാണിക്കുന്നത്. രേഖ മമ്മൂട്ടി ചേട്ടൻ അയച്ച കത്തുകൾ ഒന്നുപോലും ഇപ്പോൾ അവൈലബിൾ അല്ല. ആകെയുള്ളത് മുത്താരംകുന്ന് POയിലെ റെഫറൻസ് മാത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം രേഖയ്ക്ക് സംഭവിച്ചത് ലോകം അറിയുന്നകൂടെ മമ്മൂട്ടി അറിയുന്നു. ഒപ്പിട്ട ഒരു ഫോട്ടോ, അതും രേഖയുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മൂട്ടി ചിത്രത്തിലെ ഫോട്ടോ. രേഖയുടെ സ്നേഹത്തിന് വൈകിപ്പോയെങ്കിലും അദ്ദേഹം അയക്കുന്നു. ഒരുപാട് കത്തുകൾ പലപ്പോഴായി അയച്ചെങ്കിലും ക്രെഡിറ്റ് സീനിൽ കാണിക്കുന്ന ആ ദിവസം രേഖ എഴുതിയ കത്താണ് മരണശേഷമാണെങ്കിൽ കൂടി രേഖ ആഗ്രഹിച്ചതുപോലെ മമ്മൂട്ടി ചേട്ടൻ ഒപ്പിട്ട ഒരു ഫോട്ടോ കിട്ടാൻ കാരണമായത്. ഇനിയും തുടരെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടേക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയുവാൻ ആഗ്രഹമുണ്ട്. മറ്റൊരു സിനിമ ഹിഡൻ ഡീറ്റെയിൽസ് ആൻഡ് എക്സ്പ്ലനേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.